ഈ കാണുന്നത് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയിൽ തന്നെയുള്ള ഒരു തമോദ്വാരമാണ്. അതായത് ഒരു വളരെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണിത്. ഇത് നിലനിൽക്കുന്നത് നമ്മുടെ ധനുരാശി ഉണ്ടല്ലോ, സജിറ്റേറിയസ് എന്ന് പറയുന്ന ആ കോൺസ്റ്റലേഷൻ, അതിന് അടുത്തുള്ള ഒരു ബ്ലാക്ക് ഹോളാണിത്. ഇതിൻ്റെ പേര് സജിറ്റേറിയസ് എ സ്റ്റാർ എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ദ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ജേണലിലാണ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എന്നുള്ള US യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സാണ് ഇത് സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ തമോദ്വാരത്തിൽ നിന്ന് നിരന്തരം പ്രകാശത്തിൻ്റെ വളരെയധികം ബബിൾസ് എന്ന് തോന്നാവുന്ന രീതിയിലുള്ള എമിഷൻസ് ഉണ്ടാകുന്നു എന്നും വളരെ സ്പീഡിൽ കറങ്ങുന്ന വാതകത്തിൻ്റെയും പൊടിയുടെയും ഒരു ഡിസ്ക് എന്ന് തോന്നുന്ന ഈ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഇങ്ങനെ ജ്വാലകൾ പുറപ്പെടുവിക്കുന്നതായിട്ടൊക്കെയാണ് ഈ റിസർച്ചേഴ്സ് ഈ സ്റ്റഡിയിലൂടെ എടുത്തു പറയുന്നത്. ഒബ്സർവ് ചെയ്ത ഈ ബബിൾസ് ഓഫ് ലൈറ്റ്സിന് വിവിധ തരത്തിലുള്ള ബ്രൈറ്റ്നസ്സും ഡ്യൂറേഷനാണെന്നും ചില സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്നതാണെന്നും ചിലത് മാസങ്ങളോളവും വീക്കുകളോളം ഇങ്ങനെ മാസങ്ങളോളം ആഴ്ചകളോളം ഇങ്ങനെ മിന്നിമറയുന്നതൊക്കെയാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പിലുള്ള NIR ക്യാം എന്ന് പറയുന്ന നിയർ ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡിയൊക്കെ ഒബ്സർവ് ചെയ്തേക്കുന്നത്, ട്രാക്ക് ചെയ്തത്. ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് 2023 തൊട്ട് 2024 വരെയുള്ള ഡേറ്റയാണ് അവർ ട്രാക്ക് ചെയ്തത്. ഇത്തരത്തിൽ ട്രാക്ക് ചെയ്ത ഡേറ്റകളിൽ 8 തൊട്ട് 10 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഇത്തരത്തിലുള്ള ഈ ബേണിംഗ് സെഷൻസ് ആണ് അവർ ട്രാക്ക് ചെയ്യുകയും അത്തരത്തിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ഹോളിനെ പറ്റിയും തമോദ്വാരങ്ങളെ പറ്റി, അതിൻ്റെ ചുറ്റുപാടുകളെ പറ്റി, അതിൻ്റെ ഇടപെടലുകളെ പറ്റിയും അവിടുത്തെ എനർജി ഡൈനാമിക്സിനെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഇൻഫർമേഷനാണ് ഈ സ്റ്റഡിയിലൂടെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.